നമ്മളിപ്പോൾ ഉള്ളത് കൃത്യമായി കാർവാർ തുറമുഖത്തിനകത്താണ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഇത്രയും വ്യക്തവും കൃത്യവുമായ ദൃശ്യം, ഡ്രഡ്ജറിന്റെ ദൃശ്യം വിവിധ ഭാഗങ്ങൾ പോലും നമ്മൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രഡ്ജറിനകത്ത് വിവിധ ഭാഗങ്ങളുണ്ട്. ജീവനക്കാർക്ക് താമസിക്കാൻ അടക്കം കഴിയുന്ന സൗകര്യമുള്ള ഡെക്ക് ബോട്ട് നമുക്ക് കാണാം. ഈ ഡെക്ക് ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ടാണ്, അതിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഗോവയിലെ വാസ്കോ തുറമുഖത്ത് നിന്ന് കാർവാർ തുറമുഖത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഡ്രഡ്ജറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ടാറ്റയുടെ ഹിറ്റാച്ചി നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു വഞ്ചിയുണ്ട്. ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള സാങ്കേതിക പരിശോധനകൾക്കും മറ്റുമായൊക്കെ തന്നെ സഞ്ചരിക്കാനുള്ള ഭാഗമായുള്ള ഒരു ചെറു വഞ്ചി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മൾക്ക് ഇവിടെ 2 കുഴലുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ കുഴലുകൾ എന്നത് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നൊക്കെ തന്നെ പമ്പ് ചെയ്ത് മണൽ പുറത്തേക്ക് കരയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ്. ആ പമ്പുകൾ കണക്ട് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങൾ ഇത്തരത്തിൽ നമുക്ക് അടുപ്പ് പോലെ തോന്നിക്കുന്ന അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ രീതിയിലുള്ള ക്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയുള്ള ഹിറ്റാച്ചിയോട് തന്നെ സമാനതകളുള്ള ഒരു സംവിധാനം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഡ്രഡ്ജറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിനടിയിലേക്ക് നമ്മൾക്ക് ഒരു അണ്ടർഗ്രൗണ്ട് പോർഷൻ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ജനറേറ്റർ അടക്കമുള്ള വസ്തുക്കളുണ്ട് എന്നാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അത് ഒരുപക്ഷെ ജീവനക്കാരൊക്കെ തന്നെ ഭക്ഷണം വയ്ക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ ആ ഒരു ഭാഗം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ നമുക്ക് പുറത്തുവിടാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് തൊട്ട് അപ്പുറത്ത് തന്നെ ഡ്രഡ്ജറിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അവിടെ ഉള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ ഷാജു ചന്തപുരയാണ് നമ്മളോടൊപ്പം ദൃശ്യങ്ങൾ മലയാളികൾക്ക് മുന്നിലേക്ക് ആദ്യമായി ഈ ദൃശ്യങ്ങൾ ഡ്രഡ്ജറിൻ്റെ അർജുൻ്റെ മിഷനുമായി ബന്ധപ്പെട്ട് ഡ്രഡ്ജറിൻ്റെ വിഷ്വൽസ്, എക്സ്ക്ലൂസീവ് വിഷ്വൽസ് മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യമായി പുറത്ത് വിടുന്നത്. അവിടെ നമുക്ക് കാണാം ഇത്തരത്തിൽ നമുക്ക് ഡ്രഡ്ജർ ഓടിക്കുന്ന ആൾ ഉപയോഗിക്കുന്ന ക്യാബിൻ അടക്കമുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം അത്തരത്തിലുള്ള സ്റ്റിയറിംഗ് അടക്കമുള്ള വസ്തുക്കൾ. അതുപോലെ തന്നെ താൽക്കാലികമായി പുഴയുടെയോ അല്ലെങ്കിൽ കടലിൻ്റെയോ ഭാഗത്ത് നിന്ന് നമുക്ക് മണൽ കോരിയെടുത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു ടാങ്ക് പോലുള്ള ഒരു ആകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഴി പോലുള്ള ഒരു വസ്തു കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അതിനപ്പുറത്ത് 2 രീതിയിൽ വലിയ തോതിൽ വടങ്ങൾ കെട്ടിവലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെക്കാനിക്കൽ സാങ്കേതിക വിദ്യ ഉണ്ട്. അത്തരത്തിലുള്ള വിവരം, അതായത് ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞു തുറമുഖത്തേക്ക്, കാർവാർ തുറമുഖത്ത്